മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമപ്പുറം മനുഷ്യസ്നേഹത്തിന്റെ രുചിക്കൂട്ടുകൾ ചേർത്ത പുറത്തൂരിലെ മകരക്കഞ്ഞി. ജാതി മതഭേദമന്യേ സകലരും കുടിക്കുന്ന ചക്കരക്കഞ്ഞി എന്നും അറിയപ്പെടുന്ന മകരക്കഞ്ഞിക്ക് നൂറ്റാണ്ട് പിന്നിട്ട മനുഷ്യസ്നേഹത്തിന്റെ കഥ പറയാനുണ്ട്. പുതിയങ്ങാടി നേർച്ചക്കഞ്ഞി പോലെ തന്നെ മതസൗഹാർദ്ദത്തിന്റെ ഐതിഹ്യം പേറുന്ന മറ്റൊരു സ്നേഹക്കഞ്ഞിയുടെ കഥയാണിത്. നാനാ ജാതി മതവിശ്വാസങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും പരസ്പര വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നതിലും സാഹോദര്യം കാത്തുസൂക്ഷിക്കുന്നതിലും മലപ്പുറത്തുകാർ കാണിക്കുന്ന സ്നേഹം എടുത്തു പറയേണ്ട ഒന്നാണ്. അത്തരത്തിൽ പരസ്പര സാഹോദര്യം കാത്തുസൂക്ഷിച്ച് മലപ്പുറത്തുകാർ നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ഒരു സമ്പ്രദായമാണ് മകരക്കഞ്ഞി. നൂറ്റാണ്ടുകളായി എല്ലാ വർഷവും പുറത്തൂർ പുതുപ്പള്ളിയിലെ പള്ളിയാലിൽ വീട്ടിൽ മകരം 1 കഞ്ഞി വെച്ച് വിളമ്പുന്നുണ്ട്. എനിക്കൊരു 6 വയസ്സ് ഉള്ള ടൈമിൽ പറയാ, അപ്പോൾ ചെറിയൊരു ഇതുണ്ടല്ലോ, ആ ടൈമിൽ ഈ സംഭവം ഉണ്ട്. അതിൻ്റെ മുന്നേ ഉണ്ട്, എനിക്ക് വയസ്സ് 6 വയസ്സിന് മുന്നേ ഉണ്ട് ഈ സംഭവം. എന്ത്, ഈ മകരമാസം 1 മകരാണ് 1 ഒരു ഇങ്ങനെ ഒരു മധുരക്കഞ്ഞിയാണ് വെച്ച് കൊടുക്കുക. ചക്കരക്കഞ്ഞി എന്നാ പറയാ. ചക്കരാന്ന് നമ്മൾ പഴയ ചക്കര വട്ട് ചക്കരയാണ് കൊണ്ടല്ലേ നമ്മള് മട്ട് ചക്കര. ഇപ്പൊ ഈ അച്ചു ചക്കര. അപ്പോ അതിൻ്റെ വെച്ചാല് ഇപ്പൊ നമ്മളെ വാപ്പാന്റെ വാപ്പ 97 വയസ്സിലാണ് മരണപ്പെട്ട്. അപ്പോ അമ്മൂലെ കാലത്തിൻ്റെ ഇത് പഴയ കാലത്ത് കൃഷിയായിരുന്നല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ തൊഴുത്തിൻ്റെ മേലെ ഒരു തേങ്ങ കെട്ടി വെക്കും. അവിടെയുള്ള നമ്മൾ കൃഷിക്ക് വേണ്ടി അന്ന് മൃഗങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ പൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അവർക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കൊട്ടത്തേങ്ങ കുറേ കാലം വെച്ച് കഴിഞ്ഞാൽ കൊട്ടത്തേങ്ങ ആവും. ആ തേങ്ങ ഈ കഞ്ഞി വെക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കും. അതുപോലെ ഈ നെല്ല് നമ്മൾ മാറ്റി വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ കൃഷിയിലൊരു അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നെല്ല് മാറ്റി വെക്കും. ഇപ്പോൾ നെല്ല് എന്ന് പറഞ്ഞാൽ പാടത്തു നിന്ന് തന്നെ എടുത്തിട്ട് നേരിട്ടിട്ട് മില്ലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മളെ ഭക്ഷണത്തിലേക്ക് മാറ്റി വെക്കുമ്പോൾ അതിന് എടുത്തു വെക്കാറുണ്ട്. അങ്ങനെ ഇത് പഴയ ആളുകൾ ഈ രോഗം മാറാനും പിന്നെ കൃഷിൻ്റെ അഭിവൃദ്ധിക്കും അതുപോലെ കന്നുകാലികൾക്ക് രോഗം വരാൻ അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കോട്ടയത്തെ കാഞ്ഞിരമറ്റത്തു നിന്നെത്തിയ ഫരീദ് ഔലിയ എന്ന സൂഫി വര്യനിൽ നിന്നാണ് മകരക്കഞ്ഞിയുടെയും ഐതിഹ്യത്തിന്റെ തുടക്കം. കൃഷി പ്രോത്സാഹിപ്പിക്കുക, മാനവസ്നേഹത്തിന് ഊന്നൽ നൽകുക, കന്നുകാലി പരിപാലനം എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടെ കാർഷിക അഭിവൃദ്ധിക്കും രോഗശാന്തിക്കുമായാണ് അദ്ദേഹം കഞ്ഞി വച്ച് വിളമ്പാൻ തുടങ്ങിയത്. ഇതിന് മരത്തിൻ്റെ ഈ ദിവസം പിന്നെ ഓർമ്മിച്ചിട്ടാണ് അത് ചെയ്യാറ്. പിന്നെ മരം തരുന്ന് ആണ് ഇത് ചെയ്തു പോരാറ്. അതൊക്കെ ഞങ്ങളൊക്കെ രക്ഷിതാക്കൾ ഞങ്ങൾ രക്ഷിതാക്കളും അവരെ രക്ഷിതാക്കളും ചെയ്തിരുന്ന ഓർമ്മയിലുണ്ട്. അപ്പം അതിങ്ങനെ തുടർച്ചയായി ചെയ്തു പോകുന്നുണ്ട്, ഇതുവരെ ചെയ്തു പോകുന്നു. കന്നുകാലി വളർത്തലും കൃഷിയും ഉപജീവനമായിരുന്ന അക്കാലത്ത് പട്ടിണി നേരിടേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പരിഹാരമെന്നോണമാണ് കഞ്ഞിയുടെ പിറവി. എല്ലാ വർഷവും കഞ്ഞി കഴിക്കാനായി നിരവധി പേരാണ് പള്ളിയാലിൽ വീട്ടിലെത്തുന്നത്. ജാതി മതഭേദമന്യേ നിരവധി ആളുകൾ കഞ്ഞി വാങ്ങിക്കൊണ്ടു പോകാറുമുണ്ട്. സമീപത്തെ പുതുപ്പള്ളി ശാസ്ത്ര ALP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും കഞ്ഞി നൽകും. അത് നെല്ല് കുത്തിയിട്ട് അരിയാക്കിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കല് പൊതുവെ. അത് ഇതിൽ ആദ്യം അരി വേവിക്കും, എന്നിട്ട് പിന്നെ തേങ്ങാപ്പാലോ ചേർക്കും. വെന്തതിന് ശേഷം പിന്നെ ശർക്കര ഉരുക്കിയിട്ടു, ചെറിയ ഉള്ളി, നല്ല ജീരകം, പെരുംജീരകം, ഏലക്കായ ഒക്കെ ഇട്ടിട്ട് വേവിക്കലാണ്. വെന്തതിന് ശേഷം ഇതൊക്കെ ചേർക്കും. എന്നിട്ട് പിന്നെ അണ്ടിയും മുന്തിരിയും നെയ്യൊക്കെ ചേർക്കാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിവെച്ച കഞ്ഞി സമ്പ്രദായം ഇന്നും ഒരു ആചാരം പോലെ പള്ളിയാലിൽ വീട്ടിൽ തുടർന്നു പോരുന്നു. വിശ്വാസങ്ങൾ പലതാണെങ്കിലും വിശ്വാസങ്ങൾക്കതീതമായുള്ള മലപ്പുറത്തിന്റെ മതസൗഹാർദ്ദത്തിന് ഉദാഹരണമാണ് ചക്കരക്കഞ്ഞി എന്നും അറിയപ്പെടുന്ന മകരക്കഞ്ഞി. കേരള വിഷൻ, തിരൂർ.